രണ്ടാമത്തെ ഇന്റേണൽ എക്സാമോ എന്തോ നടക്കുന്ന സമയത്തൊക്കെ എന്റെ അഡ്മിഷനാണ്. അപ്പൊ ബാക്കി എല്ലാ പിള്ളേരും ക്ലാസ്സിൽ നേരത്തെ വന്ന് ബാക്കിലേക്ക് ഇരിക്കും. അപ്പൊ ഫ്രണ്ടിലത്തെ ബെഞ്ചുകളെ ഫ്രീ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ പണ്ടാണ് ഈ ഫ്രണ്ട് ബെഞ്ചിൽ ഒറ്റയ്ക്ക് തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലത്തെ മാത്സ് എടുക്കുന്ന അവിടുത്തെ കോളേജിലെ ഡയറക്ടർ മാത്യു സാർ മാത്തന്ന് വിളിക്കും ഞങ്ങള്. മറ്റേ അപ്പുവിന്റെ മാത്തനല്ല, ഇതൊരു വെളച്ച മാത്തൻ. ഒന്ന് നിർത്തിക്കൂടെ, ഒന്ന് നിർത്ത് മാത്താന്ന് നമുക്ക് പറയണമെന്ന് തോന്നുന്നു. അപ്പൊ ഇയാള് ഇത്ര ഒരു മനുഷ്യനാണ്. അപ്പൊ ഇത്ര ഉണ്ട് മാത്സ് ടെക്സ്റ്റ്. ഇതും കൊണ്ട് ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറി വരുന്നു. ഇയാളെ ഞാൻ ഓഫീസിൽ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ്. അപ്പൊ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഡയലോഗ് എന്ന് പറയുമ്പോ തനി ഫൈനൽ അലോട്ട്മെന്റ് ഇല്ലേ, അപ്പൊ അങ്ങനെ തന്നെയാ ആള് ലുക്കിലും കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ട്, കാണണേ കണ്ടോട്ടെ. അപ്പൊ ആള് അതെ ശരി, ഈ തനിക്ക് +2 എത്ര മാർക്ക്? +2 മാർക്ക് കുറവല്ലേ. അത് കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഈ ചില പിള്ളേർ എൻട്രൻസിന് എന്ന് പറഞ്ഞ് നടന്നിട്ട് +2 മാർക്ക് ഇടും തന്റെ എൻട്രൻസിന്. അല്ല തനിക്ക് ഇവിടെ ഇങ്ങനെ സീറ്റ് കിട്ടി നമ്പർ. അങ്ങനെ ഇയാള് ക്ലാസ്സിൽ കയറി വന്നു. ഫസ്റ്റ് ഇയാള് ഇങ്ങനത്തെ പേടിപ്പിച്ച് നിർത്തുന്ന ആളാണ്. നമുക്ക് ആളുടെ ക്ലാസ്സിലൊരു അനക്കുണ്ടാവില്ല. പിള്ളേര് ആളത്ര ഉള്ളതെന്നുണ്ടെങ്കിൽ ആള് വിറപ്പിക്കും. ആളെ കോളേജിന്റെ എല്ലാ സ്റ്റാഫിനും വിറപ്പിക്കും. അങ്ങനത്തെ ഒരു ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ലീഡ് ചെയ്യാൻ അങ്ങനത്തെ ഒരു കഴിവുള്ള ഒരു മനുഷ്യനൊക്കെ തന്നെയാണ്. ഇയാൾ ക്ലാസ്സിൽ കയറി വന്നു. ഞാൻ ഈ ഫ്രണ്ട് ബെഞ്ചിലിരിക്കും. ഞാൻ ദൈവമേ ഈ പണ്ടറക്കാലിൻ്റെ ക്ലാസ്സാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇയാൾ തുടങ്ങി മാത്സ്. അപ്പോഴെനിക്ക് മനസ്സിലാണ് ഫ്രണ്ട് ബെഞ്ചിലിരിക്കാൻ പിള്ളേർക്ക് പേടി എന്താന്നുള്ളത്. ഇയാൾ ചോദ്യം ചോദിക്കും. അപ്പൊ ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. ഇയാളിങ്ങനെ ഒരു ഇതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ആസ്ക് യു. പണ്ടാറപ്പെട്ട് എന്നിട്ട് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് അറിയാൻ പോണില്ല. DY/DX എന്താന്ന് തന്നെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഇയാള് ഒരു ഇതൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് എന്നെ സ്റ്റാൻഡപ്പ്. അപ്പൊ ഇത് ജോൺ സ്റ്റാൻഡപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇയാള് എൻ്റെ അടുത്ത് എന്തോ ചോദിച്ചു, എനിക്കറിയില്ല. വാട്ട്സ് യുവർ നെയിം പറഞ്ഞു. ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഇല്ല, എനിക്ക് കിട്ടണ പോലില്ല. ഞാൻ പേടിച്ചിട്ടല്ലേ നിക്കണേ. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആരാ? ജോൺ ദ വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ജോൺ, ഫുൾ നെയിം ജോൺ ജോ എന്ന് പറഞ്ഞു. വാട്ട്സ് യുവർ ഹൗസ് നെയിം? പെരേപ്പാടൻ. Then say it like this, ജോൺ ജോ പെരേപ്പാടൻ. അപ്പൊ ഞാൻ പേടിച്ചിട്ടാണ് സത്യം വന്ന് ഇയാളെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തു. ജോൺ ജോ പെരേപ്പാടൻ. ക്ലാസ്സിലെല്ലാരും ചിരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇയാളെ